കോഴിക്കോട് ഇരിങ്ങാടൻപള്ളിയിൽ വ്യാപാരികളും നാട്ടുകാരും തമ്മിൽ സംഘർഷമെന്ന വാർത്തയാണ്. രാത്രി 10:30 ശേഷം പ്രദേശത്തെ കടകൾ അടയ്ക്കണമെന്ന സർവകക്ഷി യോഗത്തിലെ തീരുമാനം വ്യാപാരികൾ അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് ഈ സംഘർഷമുണ്ടായത്. 5 പേർക്ക് ഈ സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ദീപക് ധർമ്മടം വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോടും ചേരുന്നുണ്ട്. ദീപക്, ഈ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയാത്തൊരു കാര്യമാണോ ഇത്? ദീപക്, ഇതിൽ SKN ഉന്മേഷ്, ആഷ്മി, ഇതിലൊരു വിജയകുമാർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലഹരിയെ ചൊല്ലിയാണ് ഈ സംഘർഷം നടക്കുന്നത് എന്നുള്ളതാണ്. അതായത് നാട്ടുകാർ സർവകക്ഷി യോഗം ചേർന്നൊരു തീരുമാനമെടുക്കുന്നു. കാരണം ഈ പ്രദേശത്ത് രാത്രി ലഹരി വ്യാപനം ഉണ്ടാകുന്നു. അതുകൊണ്ട് 10:30 ശേഷം ഇവിടുത്തെ ഈ കടകൾ കേന്ദ്രീകരിച്ചാണ് ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനവും അതുപോലെ ലഹരി വ്യാപാരവും നടക്കുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുക്കുന്നു. 10:30 ശേഷം ഇരിങ്ങാടൻപള്ളി ഭാഗത്തുള്ള കടകൾ അടച്ചിടണം. രാത്രി വൈകിയുള്ള കടകളുടെ പ്രവർത്തനമാണ് ഈ ലഹരി സംഘങ്ങൾക്ക് വന്നു പോകാനുള്ളതും മറ്റു സംഘർഷങ്ങൾക്കുമെല്ലാം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ കാരണമാകുന്നത് എന്നുള്ളത്. പക്ഷേ ഈ സർവകക്ഷി യോഗ തീരുമാനം വ്യാപാരികൾ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെയാണ് വ്യാപാരികൾ കട തുറക്കുന്നു, അത് നാട്ടുകാർ ചെന്ന് ചോദ്യം ചെയ്യുന്നു, തുടർന്ന് അത് സംഘർഷമാകുന്നു. ആ സംഘർഷത്തിൽ 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പോലീസ് ഇതുവരെ കേസെടുത്തില്ല. ഇത് മാവൂർ മെഡിക്കൽ കോളേജ്, ചേവായൂർ ഈ പോലീസ് സ്റ്റേഷനുകളുടെ അതിർത്തിയിൽപ്പെടുന്ന പ്രദേശമാണ്. മെഡിക്കൽ കോളേജിലെ കോവൂർ റോഡിൽ നിന്നും അതുപോലെ വെള്ളിമാട് കുന്നിലേക്ക് പോകുന്ന റോഡിലാണ് ഈ കടകളുള്ളത്. ഈ കടകൾ അടച്ചിടുക എന്നുള്ളതാണ് രാത്രി വൈകി കടകൾ പ്രവർത്തിക്കരുത് എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. വ്യാപാരികൾ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അതേ തുടർന്നാണ് സംഘർഷമുണ്ടാകുന്നത്. ആ സംഘർഷത്തിൽ 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. SKN ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ലഹരി വ്യാപനം അവിടെ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ എന്നാൽ ലഹരിയുടെ ഒരു ഹോട്ട്സ്പോട്ടായൊന്നും ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ നാട്ടുകാർ ഇതിൽ ആശങ്കാകുലരാണ്. അതുകൊണ്ടാണ് അവർ ഇത്തരമൊരു തീരുമാനമെടുത്തത്. അതിനോട് സഹകരിക്കാൻ വ്യാപാരികൾ തയ്യാറായില്ല. വ്യാപാരികളുടെ പക്ഷം പോലീസ് നടപടിയെടുക്കട്ടെ എന്നുള്ളതാണ്, അല്ലെങ്കിൽ എക്സൈസ് നടപടിയെടുക്കട്ടെ, മറ്റല്ലാതെ കടകൾ രാത്രിയിൽ പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. SKN. യെസ്.